ഹലോ. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദ കോർ എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അനാലിസിസ് വീഡിയോയാണ്, സ്പോയിലേഴ്സ് ഉണ്ടാകും. ഭൂമിയിൽ ദൈവം ആദ്യം സൃഷ്ടിച്ചത് ആണിനെയും പെണ്ണിനെയും ആണെന്നും, അതായത് ആദവും ഹവ്വയും, അവർ തമ്മിലുള്ള ആകർഷണത്തിൽ നിന്ന് ഭൂമിയിൽ സന്തതി പരമ്പരകൾ ഉണ്ടായി എന്നുമൊക്കെ നമ്മളിൽ അധികം പേരും വിശ്വസിക്കുന്നുണ്ടല്ലോ. ഇത് പ്രകൃതി നിയമമായും ഇങ്ങനെയല്ലാതെ സംഭവിക്കുന്നത്. ഒരു ആണും തമ്മിലോ ഒരു പെണ്ണും തമ്മിലോ ഉള്ള ആകർഷണം പ്രകൃതി വിരുദ്ധമായും ഒട്ടനവധി പേർ കരുതുന്നു. അതുകൊണ്ടാണല്ലോ ഹോമോസെക്ഷാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്ന കാതൽ ദ കോർ എന്ന സിനിമ ഇത്രയ്ക്ക് സംസാര വിഷയമായത്. ഹോമോസെക്ഷാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. മൈ ലൈഫ് പാർട്ട്ണർ, മുംബൈ പോലീസ്, സ്മൂത്ത് ഓൺ തുടങ്ങിയവ. പക്ഷേ കാതൽ ദ കോർ എന്ന സിനിമ ഇത് ഒരു കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചും അതിൻ്റെ മാനുഷിക വശങ്ങളെക്കുറിച്ചുകൂടി സംസാരിച്ചു. അതും വളരെ ഭംഗിയായി, ലളിതമായി. സിനിമ തുടങ്ങുന്നത് തന്നെ എല്ലാ ആത്മസംഘർഷങ്ങളും അടക്കിപ്പിടിച്ച ദൈവത്തിനു മുമ്പിൽ ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുന്ന മാത്യൂസിനെ കാണിച്ചുകൊണ്ടാണ്. മമ്മൂട്ടി എന്ന അതുല്യ നടൻ്റെ അഭിനയ മികവ്, ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്ന രീതി ആ ഒരു സീനിൽ തന്നെ നമുക്ക് കാണാം. ഈ സിനിമ സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള രണ്ട് വ്യക്തികളുടെ ദയനീയാവസ്ഥയെക്കുറിച്ച് മാത്രമല്ല, ഇങ്ങനെയൊരാളുടെ ഭാര്യയാകേണ്ടി വന്ന ജീവിതം മുരടിച്ചു പോയ ഒരാളെക്കുറിച്ച് കൂടിയാണ്. 20 വർഷത്തോളം അവരെ പോകാൻ അനുവദിക്കാതെ കൂടെ നിർത്തിയ മാത്യൂസ്, അവർ പോയാൽ സമൂഹത്തിനു മുമ്പിൽ താൻ അനുഭവിക്കേണ്ട അപമാനത്തെക്കുറിച്ച് ഭയപ്പെട്ടിരിക്കാം. ആദ്യമൊക്കെ ഞാൻ കുറേ പറഞ്ഞു നോക്കി, പിന്നെ ഞാൻ ഒന്നും പറയാതായി എന്ന ഓമനയുടെ നിലപാടും ബന്ധം നിലനിർത്തി പോരുന്നതിനെ മാത്യൂസിനെ സഹായിച്ചു. കല്യാണം കഴിച്ചാൽ എല്ലാം ശരിയാവുമെന്ന പഴമക്കാരുടെ കാഴ്ചപ്പാട്, ഡോക്ടറുടെ താക്കീത് പോലും വകവെക്കാതെ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കല്യാണം കഴിക്കേണ്ടി വന്നതിൻ്റെ നീരസം മാത്യൂസ് അച്ഛനോട് കാണിച്ചുകൊണ്ടിരുന്നു. എല്ലാം മനസ്സിലാക്കി അച്ഛനും ശോകമൂകനായി. ഞാനെന്ത് ചെയ്തിട്ടാ എന്ന് മാത്യൂസ് കരഞ്ഞുകൊണ്ട് അച്ഛനോട് ചോദിക്കുന്ന ചോദ്യം മമ്മൂട്ടി തകർത്തഭിനയിച്ച ഒരു സീൻ കൂടിയാണിത്. അച്ഛനായ വ്യക്തിയും മോശമാക്കിയില്ല. മാത്യൂസിനെ പോലെ പണവും പദവിയുമുള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്ന പ്രിവിലേജ് പക്ഷേ സാധാരണക്കാരനായ തങ്കൻ ചേട്ടന് കിട്ടുന്നില്ല. അയാൾ സമൂഹത്തിനു മുമ്പിൽ പരിഹാസനായി കൊണ്ടേയിരുന്നു. തങ്കൻ ചേട്ടനായി സുധി കോഴിക്കോടും മരുമകനായ കുട്ടിയും വളരെ കൺവിൻസിംഗ് ആയി തന്നെ ആ റോളുകൾ ചെയ്തു. വക്കീൽ പറയുന്നത് പോലെ വർഷങ്ങളിലൂടെ ആർജിച്ചെടുത്ത ധൈര്യമാണ് ഒരു തീരുമാനമെടുക്കാൻ ഓമനയെ സന്നദ്ധയാക്കിയത്. മകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഓമന ശ്രദ്ധിച്ചു. ഓമനയായി ജ്യോതിക നല്ല ഒതുക്കത്തോടെ അഭിനയിച്ചു. മകളായ കുട്ടിയും നന്നായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഓമനയും മാത്യൂസും പരസ്പരം കാത്തുസൂക്ഷിച്ച സ്നേഹവും ബഹുമാനവും കരുതലും അഭിനന്ദനാർഹമാണ്. അതുകൊണ്ടാണല്ലോ ഇന്നുകൂടി മാത്യൂസ് എൻ്റെ കൂടെ കിടക്കുമോ എന്ന് ഓമന ചോദിച്ചപ്പോൾ എൻ്റെ ദൈവമേ എന്ന് ഉള്ളുലഞ്ഞ മാത്യൂസ് കരഞ്ഞുപോയത്. പ്രേക്ഷകരുടെ കൂടി ഉള്ളിലേക്കുന്ന ഒരു സീനായിരുന്നു അത്. എൻ്റെ ദൈവമേ എന്ന ആ വാക്കുകൾ മമ്മൂട്ടി വികാര വിക്ഷോഭത്തോടെ പറഞ്ഞ രീതി അപാരം. ഓമനയുടെ ആങ്ങളയുടെ മകൻ UK പോകാൻ മാത്യൂസിനോട് യാത്ര ചോദിക്കുന്നതും ഇത്തവണ ഞാൻ അവളുടെ കൂടെ നിൽക്കും അളിയ എന്ന് ഓമനയുടെ ആങ്ങള മാത്യൂസിനോട് പറയുന്നതുമൊക്കെ കുടുംബ ബന്ധങ്ങളുടെ മനോഹാരിത നമുക്ക് കാണിച്ചു തരുന്നു. ഓമനയെ മറ്റൊരാളോടൊപ്പം ഇരുത്തി മാത്യൂസ് തിരിഞ്ഞു നടക്കുമ്പോൾ എന്തിനാണ് നമ്മുടെ മനസ്സ് വിങ്ങിയത്? ഏറ്റവും ഒടുവിൽ ഇഷ്ടപ്പെട്ട ആളോടുകൂടി ഇഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക് മാത്യൂസ് പോകുമ്പോൾ നമുക്കവരെ കല്ലെറിയാതിരിക്കാം. ജഡ്ജിയായി കലാഭവൻ അനീഫ് തികച്ചും സ്വാഭാവികമായി അഭിനയിച്ചു. ജഡ്ജി എന്ന പദവിക്കുള്ളിലെ ഒരു മനുഷ്യനെ അനീഫ് നമുക്ക് കാണിച്ചു തന്നു. പാട്ടുകളും പാശ്ചാത്തല സംഗീതവും ക്യാമറയുമൊക്കെ എടുത്തു പറയേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.